പണിമുടക്കിൽ വയനാട് വാഹനങ്ങൾ സമരക്കാർ തടയുന്നു. മാനന്തവാടിയിലും സുൽത്താൻ ബത്തേരിയിലും കൽപ്പറ്റയിലും വാഹനങ്ങൾ തടഞ്ഞു. കൂടുതൽ അതിന്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. കാളിദാസൻ ദേവദത്തും തത്സമയം ചേരുന്നു. കാളിദാസൻ, പറയൂ, അവിടെ വണ്ടികളൊക്കെ തടഞ്ഞ് സംഘർഷം വല്ലതും ഉണ്ടോ? അവിടെ ഒറ്റപ്പെട്ട ചില ആൾക്കാരെ കാണുന്നുള്ളൂ. പറയൂ, വിവരങ്ങൾ പറയൂ. ഇവിടെ ഇപ്പോൾ വണ്ടികൾ തടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ലോറി അവിടെ തടഞ്ഞു വെച്ചിരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കോഴിക്കോട് ഭാഗത്തു നിന്നും വരുന്ന ലോറിയാണെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ആ ഒരു ലോറി തടഞ്ഞിരിക്കുകയാണ്. CITയും INTUCയും ചേർന്നുള്ള ആ പണിമുടക്ക് അവർ ചേർന്നാണ് ഈ ഒരു വാഹനങ്ങൾ തടയുന്നത്. ഇപ്പോൾ നിലവിലൊരു ലോറി തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. അത് നമ്മുടെ ഈ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അല്പസമയം മുമ്പ് അത് തടഞ്ഞ് തുടങ്ങിയിരിക്കുന്നു. അല്ലെങ്കിൽ പണിമുടക്ക് വലിയ രീതിയിൽ വ്യാപകമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. വാഹനങ്ങൾ തടയുന്നതടക്കമുള്ള നടപടികളിലേക്ക് തന്നെ സംയുക്ത തൊഴിലാളി സംഘടനകൾ കടന്നിരിക്കുന്നു എന്നുള്ളതും കൂടി മനസ്സിലാക്കുകയാണ്. ഇപ്പോൾ വാഹനങ്ങൾ ഓഫാക്കിയിടാൻ തന്നെ സംഘടനാ പ്രതിനിധികൾ, സംഘടനയിലെ തൊഴിലാളികളൊക്കെ തന്നെ പറഞ്ഞ് വരികയാണ്. ചേട്ടാ, വാഹനങ്ങൾ തടയുകയാണ്? വാഹനങ്ങൾ പൂർണ്ണമായിട്ടും തടയും. കാരണം ജനങ്ങളുടെ പ്രതിഷേധമാണിത്. അത് കേരളത്തിൽ ഒട്ടാകുണ്ട്. ജനങ്ങളുടെ പ്രതിഷേധമാണ്. കേന്ദ്രത്തിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുകയാണ് മറ്റുള്ള എല്ലാ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളും. BJP ഒഴികെ മറ്റുള്ള എല്ലാ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളും കേരളത്തിൽ ഉടനീളം ഈ സമരത്തോട് പിന്തുണച്ച് പ്രവർത്തിക്കുകയാണ്. ഇത്തരത്തിൽ സംയുക്തമായിട്ടാണ്. ഇവിടെ കൽപ്പറ്റയിൽ ഇപ്പോൾ INTUC അപ്പുറത്തുണ്ട്, ITUC, CITയും BMS ഒക്കെ ഇവിടെ ഉണ്ട്. നല്ല രീതിയിൽ ഈ സമരം മുന്നോട്ട് പോകുന്നുണ്ട്. വാഹനങ്ങൾ ഇത്തരത്തിൽ ഇന്നത്തെ സമരം 2 മാസം മുന്നേ നമ്മൾ പൊതുമധ്യത്തിൽ പറഞ്ഞതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സമരത്തിലേക്ക് ആളുകൾ വരിക എന്ന് പറഞ്ഞാൽ ഈ തൊഴിലാളികളെ സംബന്ധിച്ച് വളരെ മോശമായിട്ടുള്ളൊരു താത്തിക്കെട്ടലാണ് നമുക്ക് സാധിക്കുന്നത്. കാരണം ഇത് ശരിയുള്ള കാര്യമല്ല. ഈ സമരത്തിൽ പങ്കെടുത്ത് ജനങ്ങൾക്ക് വേണ്ടി സമരം വിജയിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യമാണ് ഈ സമരത്തോട് ഉദ്ദേശിക്കുന്നത്. അതാണ് തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ITUCക്ക് ചെയ്യാൻ പറ്റുന്നത്. സ്വകാര്യ വാഹനങ്ങൾ തടയുന്നുണ്ടോ? സ്വകാര്യ വാഹനങ്ങൾ, എമർജൻസി വാഹനങ്ങൾ മാത്രം നമ്മൾ മാറ്റിക്കൊണ്ട് മറ്റുള്ള ആളുകളോട് നമ്മൾ ധരിപ്പിക്കും, ഈ സമരത്തിന്റെ ഗൗരവം ധരിപ്പിക്കും. എന്നിട്ടാണ് മറ്റുള്ള വാഹനങ്ങൾ നമ്മൾ വിട്ടുകൊടുക്കാൻ വേണ്ടി തയ്യാറാകുന്നത്. അതായത് സ്വകാര്യ വാഹനങ്ങൾ ഒന്ന് തടഞ്ഞ കാര്യം മനസ്സിലാക്കി. കാരണം ഇത്തരത്തിൽ ഈ കേരളത്തിനോടുള്ള അവഗണന ഒഴിവാക്കണം എന്നുള്ള ഒരു സാഹചര്യം ആ സ്വകാര്യ വാഹനങ്ങൾക്ക് ധരിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഒഴിവാക്കി കൊടുക്കുന്നത്. അതെ, അത് തന്നെയാണ് സംഘടനകളും അത്തരത്തിൽ തന്നെയാണ് പറഞ്ഞത്. ഇപ്പോൾ CMമായി തന്നെ ഇവിടെ സമരം, ഈ ഒരു പണിമുടക്ക് നടത്തി വരികയാണ്. വാഹനങ്ങൾ അടക്കം തടയുന്നുണ്ട്. സ്വകാര്യ വാഹനങ്ങളെ സംബന്ധിച്ച് സ്വകാര്യ വാഹനങ്ങളെ തടഞ്ഞ് അവരോട് ഈ കാര്യമടക്കം മനസ്സിലാക്കി, സാഹചര്യം മനസ്സിലാക്കി തന്നെ അവരെ പറഞ്ഞു വിടുന്നു എന്നുള്ളത് കൂടിയാണ്. എമർജൻസി അല്ലെങ്കിൽ അത്യാവശ്യമായി പോകേണ്ട വാഹനങ്ങളൊക്കെ തന്നെ തടയുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. ചേട്ടാ, വാഹനങ്ങൾ തടയുകയാണ്, സ്വകാര്യ വാഹനങ്ങളെ തടയുന്നുണ്ടോ? ഈ പണിമുടക്ക് മുൻകൂട്ടി പ്രഖ്യാപിച്ചതാണ്. ഈ പണിമുടക്കിൽ ജനങ്ങളെ സഹകരിക്കണം, തൊഴിലാളികളെ സഹകരിക്കണം. ഈ പണിമുടക്കിന്റെ ആവശ്യകത വളരെ കാലക്കൂട്ടി തന്നെ ജനങ്ങളോട് പറഞ്ഞതാണ്. ഈ യാത്രകൾ ഒഴിവാക്കണം, ഈ പണിമുടക്കുമായി സഹകരിക്കണം. അതിന്റെ ഭാഗമായുള്ള പ്രതിഷേധങ്ങൾ രാജ്യത്ത് ഉയർന്നു വരുന്നുണ്ട്. അതിന്റെ ഭാഗം കൽപ്പറ്റയിലെ ഈ തൊഴിലാളി സംഘടനകൾ ഈ പണിമുടക്കുമായി പങ്കുചേരുന്നുണ്ട്. തുറന്ന കടകൾ അടപ്പിക്കുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും നടപടിയിലേക്കുണ്ടോ? മുഴുവൻ ആളുകളോട് ഞങ്ങൾ തലേ ദിവസം തന്നെ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇത് ഇന്ത്യക്ക് വേണ്ടി, ഇന്ത്യയിലുള്ള ആളുകൾക്ക് വേണ്ടി നടത്തുന്ന ഒരു സമരമാണ്. ഇത് വളരെ ദിവസങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ചതാണ്. അതുകൊണ്ട് എല്ലാവരും സഹകരിക്കുക എന്നുള്ളതാണ്. ആരും തുറന്നിട്ടില്ല, എല്ലാവരും അടച്ച് പൂർണ്ണമായി നമ്മളോട് സഹകരിക്കുന്നുണ്ട്. തുറന്ന് ഇരിക്കുന്നെങ്കിൽ മാത്രമേ അടപ്പിക്കേണ്ട കാര്യമുള്ളൂ. ആരും തുറന്നിട്ടില്ല, എല്ലാവരും അടച്ചിരിക്കുകയാണ്. അപ്പോൾ കൽപ്പറ്റയിലെ സാഹചര്യം അങ്ങനെയാണ്. ഒരു സംഘർഷാവസ്ഥയിലേക്കൊന്നും നീങ്ങിയിട്ടില്ല. എന്നിരുന്നാലും വാഹനങ്ങളെ തടഞ്ഞു നിർത്തുന്നു, വാഹനങ്ങൾ തടയുന്നു. നേരത്തെ തന്നെ ഇവരെയെല്ലാം കൃത്യമായി തന്നെ അറിയിച്ചതാണ്. ഇത്തരത്തിലൊരു പണിമുടക്ക്, ദേശീയ പണിമുടക്ക് ഇന്നേ ദിവസം ഉണ്ടാകുമെന്നുള്ളത് കൃത്യമായി തന്നെ അറിയിച്ചതാണ്. അതുകൊണ്ട് തന്നെ ആ നടപടികൾ അത് കൃത്യമായി തന്നെ പാലിച്ചു വരുന്നു. അല്ലെങ്കിൽ സംയുക്ത തൊഴിലാളി സംഘടനകൾ ആ നടപടികളൊക്കെ തന്നെ പാലിച്ചു വരുന്നു. സ്വകാര്യ വാഹനങ്ങളെ സംബന്ധിച്ച് സ്വകാര്യ വാഹനങ്ങളെ അവരോട് തടഞ്ഞു നിർത്തി അവരോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി എന്താണ് ഇതിന്റെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.